കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളർത്തുമീനായ റെഡ് ബെല്ലി ഫിഷ് കൊണ്ടുള്ള ഒരു കറിയാണ് ഇന്നത്തെ വീഡിയോ. റെഡ് ബെല്ലി ഫിഷ് കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു മീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് കുളത്തിൽ വളർത്തുന്ന മീനായതുകൊണ്ട് കുറച്ച് നാരങ്ങാ നീരൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. ചേറിൻ്റെ മണമൊക്കെ ഉള്ള മീനാണെങ്കിൽ അത് മാറുവാനായിട്ട് അത് സഹായകരമാകും. ഞാൻ ഈ കറി കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് ചെയ്യുന്നത്. അരമുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് നെടുകെ കീറിയത്, ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 1 ടീസ്പൂൺ കണക്കിന്, ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ചെറിയുള്ളി ചേർക്കുകയാണ്. 8 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതും മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നവരെ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ കളർ ചെറുതായി മാറി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുകയാണ്. 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും ഇതിലേക്ക് ചേർക്കുന്നു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒരൽപ്പം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ആ ഒരു പച്ച കുത്തൽ മാറുവാനായിട്ടാണ് നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. 2 ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 3 കഷണം കുടംപുളി വാഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. മീൻ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി റെഡ് ബെല്ലി ഫിഷ് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോഴിത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ നിർത്തിയാൽ മതിയാവും. 5 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി തവി ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, കാരണം മീനെല്ലാം ഉടഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. ഇത് അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമയം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വീണ്ടും 5 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഈ മീൻ നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയം 1-ാം പാൽ ഇതിലേക്ക് ചേർക്കാം. 1-ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു നുള്ള് ഉലുവാപ്പൊടി ഇതിന് മുകളിലേക്ക് വിതറിക്കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില നന്നായിട്ട് ഞെരടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ കണക്കിന് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിന് മുകളിലേക്ക് ഒഴിക്കുന്നു. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുളത്തിൽ വളർത്തുന്ന മീനായതുകൊണ്ട് ഇതിനുള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കുവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് കൂടുതൽ പുളിയും തക്കാളിയൊക്കെ ചേർത്ത് ഇത് ചെയ്തത്. ഇപ്പോൾ റെഡ് ബെല്ലി ഫിഷ് കൊണ്ടുള്ള ഒരു അടിപൊളി ഫിഷ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ കറി വെച്ചിട്ട് ഉടൻ തന്നെ കൂട്ടുമ്പോൾ ആ കഷ്ണത്തിലോട്ടൊന്നും എരിവും പുളിയും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവില്ല. ഇത് കുളത്തിൽ വളർത്തുന്ന മീനായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കും ഇതെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുവാനായിട്ട്. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇത് ഇടുന്നതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഒരുപാട് പഴയ വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.